നിങ്ങൾ യൂസ് ചെയ്യുന്ന ഫോണ് ഏത് പഴയ കാലത്തുള്ളതാവട്ടെ, ഇനി ഗാന്ധിജിന്റെ കാലത്തുള്ളതായാലും ഒരു പ്രശ്നം, വീഡിയോസ് ഒക്കെ എടുക്കാനായിട്ട് പറ്റാത്തൊരു ഫോണായി കഴിഞ്ഞാലും നിങ്ങളുടെ ഇതുപോലെ ഇരിക്കുന്ന വീഡിയോനെ ഒറ്റ ക്ലിക്കിൽ ഇതുപോലെ ആക്കി എടുക്കാനായിട്ട് പറ്റുന്ന ഒരു കിഡിലൻ കളർ ഗ്രേഡിങ് ട്യൂട്ടോറിയലാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ വേണ്ടി പോണത്. എല്ലാവർക്കും നമ്മുടെ എഡിറ്റിംഗ് സീരീസിന്റെ എത്രാമത്തെ പാർട്ടാടാ, 3ാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങളുടെ വീഡിയോനെ ക്വാളിറ്റി ആക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് 2 ആപ്ലിക്കേഷനാണ്. ഫസ്റ്റ് വൺ ക്യാപ്കട്ട്, സെക്കൻഡ് വൺ വിങ്ക്. ഈ വിങ്ക് നിങ്ങൾക്ക് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ പോയി അടിച്ചാലും കിട്ടൂല, പിന്നെ ആപ്പ് സ്റ്റോറിൽ പോയി അടിച്ചാലും നിങ്ങൾക്ക് കിട്ടില്ല. ആൻഡ്രോയിഡ് യൂസേഴ്സിന് വിങ്ക് കിട്ടാനായിട്ട് ഒരു APK ഫയല് ഞാൻ നിങ്ങൾക്ക് തരും. ആപ്പിൾ യൂസേഴ്സ് എങ്ങനെ വിങ്ക് ഡൗൺലോഡ് ചെയ്യുന്നുള്ളത് മലയാളത്തിലും ഇംഗ്ലീഷിലും രണ്ടിലും മിക്സ് ചെയ്താണ് ഈ ഒരു PDF ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഞങ്ങൾക്ക് തരാം. ആദ്യം തന്നെ നിങ്ങളുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ ക്യാപ്കട്ടിലേക്ക് ഇമ്പോർട്ട് ചെയ്യുക. എന്നിട്ട് താഴെ ഫിൽറ്റേഴ്സ് പറഞ്ഞ ഓപ്ഷനിൽ പോയിട്ട് സെർച്ച് ബാർ കൊണ്ട് ഓപ്പൺ ചെയ്യുക. ഫസ്റ്റത്തെ ഫിൽറ്റർ ആയ ബൊക്കെ എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് സെർച്ച് ചെയ്യുക. ഇതാണ് ആ ഫിൽറ്റർ. ഈ അടിയിലുള്ള ഈ ലൈനപ്പിൽ നിങ്ങൾക്ക് നീക്കേണ്ട ഇതിനെ അഡ്ജസ്റ്റ് ചെയ്യട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മളെ രണ്ടാമത്തെ ഫിൽറ്റർ ആയിട്ടുള്ള ക്ലിയർ ട്രാൻസ്പാരൻസി അങ്ങോട്ട് സെർച്ച് ചെയ്യുക. അപ്പൊ ഈ ഫസ്റ്റ് കാണുന്നതാണ് ആ ഫിൽറ്റർ. പിന്നെ 4K എന്ന് പറഞ്ഞ ഫിൽറ്റർ ആണ്. ഇത് നിർബന്ധമില്ല കേട്ടോ, ഇത് ചിലവിൽ ഉണ്ടാവില്ല, ഇന്ത്യയിൽ ഇപ്പൊ ഇല്ല. അത് കഴിഞ്ഞിട്ടുള്ള ഫിൽറ്റർ ആണ് ബാക്ക് ലൈറ്റ് ഫിക്സ് പറഞ്ഞ ഫിൽറ്റർ. എല്ലാ ഫിൽറ്ററിലും നമുക്ക് ഇന്റൻസിറ്റി അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. അടുത്ത ഫിൽറ്റർ പീച്ച് ഫസ് ആണ്. ഇത് മാത്രം റെക്കമെൻഡ് ചെയ്യില്ല, പക്ഷെ ഇത് നൈസ് ആണ്. ചില വീഡിയോയിൽ ഇത് മാച്ച് ആയി വരില്ല. ഇത്രയും ഫിൽറ്റർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോ അത്യാവശ്യം സെറ്റ് ആവും. ഇനി സെറ്റ് ആയില്ലെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് ഷാർപ്പനെ കുറച്ചായിട്ട് കൂട്ടിയാൽ മതി, അപ്പൊ സെറ്റ് ആയിട്ട് കിട്ടും. അങ്ങനെ അത് കഴിഞ്ഞിട്ട് എക്സ്പോർട്ടും കാര്യങ്ങളൊക്കെ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ വിങ്കും കാര്യങ്ങളൊക്കെ ആണ് ഓപ്പൺ ചെയ്യുക. ന്യൂ പ്രൊജക്ട് പോയിട്ട് നിങ്ങളെ വീഡിയോ അങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യുക. ആ ക്ലിപ്പുമില്ലാണ്ട് ക്ലിക്ക് ചെയ്യുക. ഇവിടെ കാണുന്ന HD എൻഹാൻസറിൽ പോവുക. ഇവിടെ നിങ്ങൾക്ക് കുറെ HD കാണാൻ കഴിയും. ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് അൾട്രാ HD ആണ്. പിന്നെ HD ഞാൻ അത്ര റെക്കമെൻഡ് ചെയ്യില്ല. കുറച്ച് ടൈം വെയിറ്റ് ആക്കിയാൽ അതങ്ങോട്ട് കംപ്ലീറ്റ് ആവും. പിന്നെ നേരെ സേവ് അടിച്ച് എക്സ്പോർട്ട് അടിച്ചായി. അപ്പോൾ ക്യാപ്കട്ടിൽ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന ഫിൽറ്ററിന്റെ നെയിം, അഡ്ജസ്റ്റ്മെന്റ്, വിങ്ക് ഡൗൺലോഡ് ചെയ്യാൻ ആൻഡ്രോയിഡിലുള്ള വിങ്ക് ഡൗൺലോഡ് ചെയ്യുന്നതും ആപ്പ് സ്റ്റോറിലുള്ള വിങ്ക് ഡൗൺലോഡ് ചെയ്യുന്നതും. അപ്പോൾ അത് നിങ്ങൾക്ക് കിട്ടാനായിട്ട് ജസ്റ്റ് കമന്റ് ബോക്സിൽ വിങ്ക് എന്ന് കമന്റ് ചെയ്താണ്. ഫോളോ ഫോർ മോർ ടിപ്സ്.